അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആലകളെയും തിരിച്ചു? എങ്ങനുണ്ട്? മെല്ലെ എൻ കണ്ണാടിച്ചില്ലോർമയിൽ ശ്രുതിരാഗത്തിൽ നടമാടും തിങ്കളെ, മുല്ലേ മഴവില്ലേ ചൊല്ലുമൂവന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? അകതാരിലുണ്ട് നീ അനുരാഗലോലായി, അലിവോടെ എൻ്റെ ആദ്യഗാന താളമാകു നീ, ഋതുരാഗമാടു നീ, ഋതുവേഗമായിടാ മനമേരിയാണ് നിൻ പദങ്ങൾ നൃത്തമാകുവാൻ. മുല്ലേ മഴവില്ലേ ചൊല്ലുമൂവന്തിയിൽ മഴയായെന്നിൽ തോരാതെ മൊഴിയാകുമോ? ന്യൂയോർക്ക് നഗരം ഉറങ്ങും നേരം തനിമൈ അടർന്നത്, പനിയും പടർന്നത്, കപ്പൽ ഇറങ്ങിയേ കാറ്റും കരയിൽ നടന്നത്, നാன்கு കണ്ണാടി ചുവர்களுக்குள்ளே நானும் எழுதுவத்தியும் தனிமை தனிமையோ கொடுமை கொடுமையோ. കോഫി. ഇനി എന്തെങ്കിലും വേണോ സാർ? നോ താങ്ക്സ്, വേണ്ട. ഓക്കെ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. താൻ എന്താ ഒന്നും മിണ്ടാതെ? തൻ്റെ വായിക്കാത്ത വല്ല കൊളുക്കട്ട് ഉരുട്ടി കയറ്റി വെച്ചേക്കാണോ? ഓ എൻ്റെ പൊന്നു ശ്രേയ, അയാൾ പോയിട്ട് നിനക്ക് സംസാരിച്ചാൽ പോരെ? അയാളിതോ നോക്കി നോക്കി പോകുന്നു. ഞാൻ എന്ത് പറയാനാ? നീ പറയുന്ന നിന്റെ പരാതികളും പരിഭവങ്ങളും കേൾക്കാനേ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. അതിന് നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തക്കതായ മറുപടി തരാനൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതാകുമ്പം ചെവിയുണ്ടെന്ന് കേട്ടാൽ പോരെ. ഓ, ഇപ്പം ഇതോ ആ പോയവൻ കേട്ടോണ്ട് പോയതാ കുറ്റം, അല്ലാതെ ഞാൻ പറയുന്നതൊന്നുമല്ല. ദേ യുവ, നീ കളിക്കരുത്. ഇതിപ്പോൾ കുറേ ആയി. യുവ, എനിക്ക് കിട്ടേണ്ട റിപ്ലൈ നീ തന്നേ പറ്റത്തുള്ളൂ. അത് തരാൻ നീ ബാധ്യസ്ഥനാണല്ലോ. അല്ലാത്ത വഴി കൂടെ പോയ നിന്നെന്നല്ല ഞാൻ പിടിച്ചിരുത്തി ചോദിക്കുന്നത്. മിണ്ടാതെ മൗനം മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ ഇവിടെ വന്ന് വളച്ചെടുത്ത് കുപ്പിയിലാക്കിയിട്ട് ഇപ്പോൾ പ്രായം എത്രയായെന്നാണ് നിൻ്റെ എൻ്റെ വല്ല ബോധമുണ്ടോ? സ്വന്തമായിട്ടൊരു ലൈഫ്, അത് അടിച്ചു പൊളിക്കാം, ഒരുമിച്ച് ജീവിക്കാം. എന്തൊക്കെ സ്വപ്നങ്ങളാണെന്നറിയാം എൻ്റെ ലിസ്റ്റിൽ. അതിൽ ഒന്നെങ്കിൽ നീ കാരണം സാധിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ എനിക്ക് ഡൗട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫ് ലോങ് നിന്ന് മുരടിച്ച് പോകത്തുള്ളൂ ഞാൻ. ദേ അപ്പം വീട്ടിൽ വേറെ പെണ്ണൊക്കെ ആലോചിച്ച് തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ പോയേക്കാം. യുവ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നീ തീരുമാനിച്ചോ. എന്താണെന്ന് വെച്ചാൽ നിൻ്റെ തീരുമാനം അറിയിച്ചോ.
അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് തന്നെ. എൻ്റെ പൊന്നു ശ്രേയ, നിനക്ക് എൻ്റെ അനിയനെ അറിയാഞ്ഞിട്ടാ. ഞാനിനി എന്തൊക്കെ അവനെക്കുറിച്ച് പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല, അതെനിക്കിപ്പം മനസ്സിലായി. വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നീ ഈ കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കത്തില്ലായിരുന്നു. എൻ്റെ സിറ്റുവേഷൻ എന്താ നീ മനസ്സിലാക്ക്. ആ, എന്താ യുവയുടെ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞേ. അനിയനെ പേടിച്ച് ജീവിക്കുന്നുവോ? ഇത് വലിയ കഷ്ടമായല്ലോ യുവ. ലോകത്തെല്ലാവർക്കും ചേട്ടന്മാരെയും അച്ഛനെയൊക്കെയാണ് പേടി, നിനക്ക് അനിയനെ എന്തിന്? എനിക്കതാ മനസ്സിലാവാത്ത. ഇതേ യുവ, യു ആർ ക്രോസിങ് യുവർ ലിമിറ്റ്, അത് നീ ഓർത്ത് വെച്ചോ. ഇത് തന്നെ നോക്കിയേ, എനിക്കും ഉണ്ടൊരു അനിയൻ. ഞാൻ എന്താ അവനെ പേടിച്ചിട്ടാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. അല്ലെങ്കിൽ വല്ലതും വാതുറന്ന് പറയണം. അവൻ എന്താ നിന്നെ പിടിച്ച് മൂക്കി കയറ്റുമോ? എടാ, രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നത് എന്താ അത്രയ്ക്ക് ഒരു തെറ്റാണോ? നിൻ്റെ അനിയൻ എന്താ വല്ല സ്നേഹവിരോധിയാണോ? എൻ്റെ പൊന്ന് ശ്രേയ, അവൻ സ്നേഹവിരോധി എന്നല്ല, എല്ലാത്തിനും വിരോധിയാണ്. അവനൊരു അൾട്രാ പ്രോ സൈക്കോയാണ്. നിനക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് അവൻ്റെ സ്വഭാവം. തൊട്ടേനും പിടിച്ചതിന് ദേഷ്യമാണ്. ഇപ്പം തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ന്യൂയോർക്കിലോട്ട് എന്തിനാ വരുന്നതെന്ന് അവന് നല്ല ഡൗട്ടുണ്ട്. പിന്നെ പോരാനിട്ട് ഞങ്ങളുടെ പ്രോപ്പർട്ടീസിൻ്റെ സംഭവങ്ങളും കുറച്ച് പ്രോബ്ലമൊക്കെ വന്ന ടൈമിൽ ഞാനല്ല അവകാശിയെന്നും എനിക്ക് ഓൾറെഡി ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് തടിയൂരിയിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ നിന്നല്ല, ഫുൾ ഫാമിലിയുടെ കയ്യിൽ നിന്ന്. ഇതിപ്പോൾ എല്ലാം അവൻ്റെ തലയല്ല. ആ ടൈം തൊട്ട് എന്നെ അങ്ങാണം പിടിച്ച് ആ എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്ന ആളെ കെട്ടിച്ചാലോ എന്ന് പിടിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്ന് തല ഊരിയത്. ഇതിപ്പോൾ അവനതിൽ പെട്ടി കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവ ഇതും കൂടെ അറിഞ്ഞുണ്ടല്ലോ, നിന്നെ എല്ലാം പച്ചയ്ക്ക് നിർത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അതിനും മടിക്കത്തില്ല. അമ്മാതിരി ഭ്രാന്ത് പിടിച്ച് ചേർക്കാനത്. ഹാ, എന്ന് വെച്ച് നമുക്ക് കെട്ടാണ്ടിരിക്കാൻ പറ്റുമോ ഉള്ള കാലം? ഏത് നേരത്താണാവോ ഈ ഊരാക്കുരിക്കിനെ എടുത്ത് എൻ്റെ തലയിൽ വയ്ക്കാൻ തോന്നിയത്? എവിടെ ചെന്നാലും എനിക്ക് തോൽവിയാണല്ലോ. എൻ്റെ പൊന്നു ദൈവമേ. ഇതേ യുവ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ എൻ്റെ അച്ഛൻ ആരെ കെട്ടാൻ പറയുന്നോ അയാളെ ഞാൻ കെട്ടി സുഖമായിട്ടങ്ങ് ജീവിക്കും. നീ ഇങ്ങനെ നക്ഷത്രം എണ്ണി മേലോട്ട് നോക്കി മാനസമൈനെ വടി നടക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ അനിയൻ്റെ പുന്നാര വലിയേട്ടനായിട്ട് അങ്ങനെ ജീവിച്ചോ, സന്യാസിയായിട്ടേ ജീവിച്ചോ കേട്ടോ. ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഞാൻ നിന്നെ വിളിക്കത്തും പറയത്തൊന്നുമില്ല. നീ എന്നെ വിളിക്കണം, അത് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തരാൻ വേണ്ടി മാത്രമായിരിക്കണം. അല്ലാണ്ട് ഇതുപോലുള്ള ഒരു എക്സ്ക്യൂസിനും ഒലിപ്പീരിനും റൂമെടുക്കാനും എന്നെ കാണാനും മറ്റേതിനും മാത്രം വിളിച്ചുണ്ടല്ലോ. ഇതുപോലെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് വിഷം തന്ന് കൊല്ലി ഞാൻ പറഞ്ഞേക്കാം. ഗുഡ് ബൈ. അല്ല ശ്രേയ, സ്നേഹിക്കുമ്പോൾ എന്ത് പാവമായിരുന്നു, എന്തൊരു നിഷ്കളങ്കനായിരുന്നു. ഇപ്പം എന്തുവാ ഇത്? ഡ്രാക്കുളൊക്കെ ഉണ്ടായ കുഞ്ഞോ? ഡ്രാക്കു കുഞ്ഞ്. ഇവൻ എൻ്റെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. ഇതെങ്ങാണം വീട്ടിലോ നാട്ടിലോ അവൻ്റെ ചെവിയിലോ എത്തിയ ഇവനെ എന്നെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ് ടീച്ചർക്കിന് എന്താ മനസ്സിലാവാത്തത്? എൻ്റെ ദൈവമേ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. പുതിയ മുഖോ, ഞാനും അവനും ഒരു പുതിയ മുഖോ, പുതിയ മുഖോ. സേട്ടാ, അളിയനവിടെ വന്നില്ലേ? അളിയനെ കാണാനല്ലേ പോയേ? എൻ്റെ മോന്തേക്ക് കടന്തലുത്തിയിരിക്കുന്ന ആ, ഇരിക്കുന്നല്ലേടാ നിൽക്കുന്ന. നീ വരുന്നുണ്ടോ വീട്ടിൽ പോകാനായിട്ട്? അവൻ്റെ ഒരു പുതിയ മുഖവും പഴയ മുഖവും. എൻ്റെ വായിന്ന് നീ കേൾക്കണ്ടോ? അളിയനല്ല നിൻ്റെ. ഇതേ അയാളോടുള്ള എല്ലാ ദേഷ്യവും ഞാൻ നിൻ്റെ അടുത്ത് തീർക്കും. മിണ്ടാതെ വന്നോ, നടക്കടാ. ഞാനെന്തോ ചെയ്തു? അവിടെ നിന്നേ. ചേട്ടൻ കാര്യം പറ. എന്തുവാ അളിയനെന്തോ പറഞ്ഞേ? നിങ്ങൾ വഴക്കൂട്ടാ? അതോ വേറെ എന്തെങ്കിലും പ്രശ്നം? എന്തോ കാര്യം എന്താ? ആ, പ്രത്യേകിച്ച് പറയത്തക്ക കാര്യമൊന്നുമില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. നിൻ്റെ ചേട്ടൻ ഇങ്ങനെ നിന്ന് മുരടിച്ച് പോത്തേ ഉള്ളൂ. അത് തന്നെയാ കാര്യം. നിൻ്റെ അളിയൻ തന്നെയുണ്ടല്ലോ, അവനൊരു കാലത്ത് എന്നെ കെട്ടാൻ പോകുന്നില്ല. അതിനൊരു മാറ്റമില്ല, അത്ര തന്നെ. എനിക്ക് തോന്നുന്നില്ലടാ ഈ റിലേഷൻഷിപ്പ് ശരിയാവുമെന്ന്. എൻ്റെ പൊന്നു ശ്രാവണേ, മിക്കവാറും ഇത് ബ്രേക്കപ്പിൽ തന്നെ അവസാനിക്കും. അയാൾക്ക് അയാളുടെ അനിയനെന്ന് പറഞ്ഞാൽ പേടിയാടാ. അയാൾ നിക്കർ കൂടെ അപ്പിയിടും വേണമെങ്കിൽ. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ ശ്രാവണേ. എൻ്റെ പൊന്നു ചേട്ടാ, അബദ്ധമൊന്നും കാണിക്കല്ലേ. കഴിഞ്ഞതിന് നിങ്ങളൊരു ബ്രേക്കപ്പ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തൊല്ല തന്നിട്ടില്ല. അളിയൻ്റെ സ്വഭാവം അറിയാന്നുള്ളോട്ട് പറയുക.
കയ്യർക്കുന്ന ഫോട്ടോ എടുത്ത് അയച്ചു തരിക. എൻ്റെ പൊന്നോ, എൻ്റെ ഫോണിൽ 24 മണിക്കൂർ വിളിക്കുക, നിങ്ങളുടെ ഇടയിലെ ബന്ധം പറയുക, നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പറയുക. അൺസൈക്കബിൾ. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. എൻ്റെ പൊന്നു ശ്രേട്ടാ, അങ്ങനത്തെ ചതിയൊന്നും കാണിക്കരുത്. ഈ അനിയനോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ. എൻ്റെ പൊന്നു ശ്രേട്ടാ, നിങ്ങളുടെ ഭാഗത്തെ തെറ്റ്. നിങ്ങളെ ഇപ്പോൾ അളിയനെ മനസ്സിലാക്കാത്തത്. അളിയൻ ഈ പറയുന്ന പോലെ അനിയൻ ഇത്ര ടെററാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ കാണുമെന്നേ. അനിയൻ ചിലപ്പം അളിയൻ ഈ പറയാനായിട്ട് ഈ അനിയനും ഒരു മുത്തശ്ശനെ എന്തോ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവരെയൊക്കെ കൺവീൻസ് ചെയ്തിട്ട് വേണ്ടേ അളിയന് നിങ്ങളെ കെട്ടാനായിട്ട്. ഇനിയിപ്പോൾ പറയാനായിട്ട് എന്നെ അളിയൻ വീട്ടിലെന്താ പറഞ്ഞേക്കുന്നത്, ഒരു പെങ്കൊച്ചിനെ സ്നേഹിക്കുന്നതെന്ന്. അത്രയും വലിയൊരു നുണയും പറഞ്ഞിട്ട് ഇപ്പോൾ പോയി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നേ. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എങ്ങനെയായിരിക്കും അങ്ങേരുടെ അനിയൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങേര് പറയുന്നേ. അപ്പം നിങ്ങളും കൂടി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ. പിന്നെ എൻ്റെ പൊന്നു ശ്രേയേട്ടാ, ഈ 10-33 വയസ്സെന്ന് പറയുന്ന ആരെ പ്രായമൊന്നുമല്ല. നിങ്ങൾക്കാണെങ്കിൽ കെട്ടണമെന്നും പറഞ്ഞുകൊണ്ട് തുള്ളിക്കൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. കെട്ടേണ്ട പക്വത പോലും എൻ്റെ ഏട്ടനില്ല. എൻ്റെ ഏട്ടനായോണ്ട് പറയല്ല, നിങ്ങളൊരു വട്ടപ്പൂജയോ ലൈഫിൽ. ആദ്യം ഒന്ന് പച്ച പിടിക്കും, എന്നിട്ടല്ലേ കെട്ടുന്നേം പൂട്ടുന്നേക്കെ. ഇനി അങ്ങേരെ കൂടെ ഞങ്ങളെ സെൻട്രൽ ജയിലിട്ടേക്കുമ്പോൾ ഇടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തന്നെ അങ്ങോട്ട് കൂട്ടി തിരിയാൻ പറ്റത്തില്ല നിങ്ങളുടെ ഭരണം കാരണം. ഇനി അങ്ങേരെ കൂടെ അങ്ങനെ ആക്കണമായിരിക്കും. ചേട്ടാ, അളിയൻ വീട്ടിൽ പറഞ്ഞ് കൺവീൻസ് ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കി വരും. അതുവരെ ഒന്ന് സമാധാനപ്പെടും. അതായത് വെയിറ്റ് ചെയ്യും, സമയം കൊടുക്ക്. എല്ലാത്തിനും ഇങ്ങനെ ഇടിപിടിയെന്ന് പറഞ്ഞ് വെപ്രാളം കാണിച്ചാലേ കിട്ടത്തില്ല അറ്റ് ലാസ്റ്റ് ഒന്നും. നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ മൂത്ത് നിറച്ചിരിക്കുകയും ചെയ്യും, പുള്ളിക്കാരൻ വേറെ കെട്ടുകയും ചെയ്യും. അതുകൊണ്ട് മിണ്ടാതെ നിൽക്കാൻ നോക്കും. അയ്യോ ഡാ ചെറുക്ക, ആ കരുനാക്കിട്ട് വളയ്ക്കാതെ. അങ്ങേരെ മന്ദോതി തലയിൽ അങ്ങനത്തെ പൊട്ടബുദ്ധിന്ന് തോന്നിപ്പിക്കരുതേ ദൈവമേ. തോന്നിപ്പിക്കത്തൊന്നുമില്ല. പിന്നെന്തിനാ അങ്ങേരെ എനിക്ക് വേണ്ടി കൈയും കാലൊക്കെ മുറിക്കുന്നേ? നീ ഒന്ന് പോയേ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ വില പോവും. കുറച്ച് കഴിഞ്ഞ് വിളിച്ചൊരു സോറി പറയാം, എന്നിട്ട് മിണ്ടാം. നീ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ. വിധി. ഇതെവിടെ നോക്കിയാലും തുണിയതാണ്. പടച്ചവനാണ്, ഈ രണ്ടിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും. നോക്കിക്കോ, കിടക്കുന്ന രണ്ടെണ്ണം. ഉച്ചയ്ക്ക് കൂടി ഒരു കുന്ന് അലക്കിയതേ ഉള്ളൂ. എൻ്റെ റബ്ബേ, എനിക്കെന്താണാവോ ഈ നരകത്തിൽ നിന്നൊരു മോചനം ഉണ്ടാവുന്നത്. പറഞ്ഞാൽ കേൾക്കാത്ത രണ്ട് മക്കളെ കിട്ടിയാൽ മതിയല്ലോ മനുഷ്യന് സമാധാനം പോകാനായിട്ട്. ഒരെണ്ണത്തിന് നേരം വെളുത്ത് ഇത്രയും നേരമായിട്ട് വീട്ടിൽ കണ്ടിട്ടില്ല. തിന്നാനോ കുടിക്കാനോ ഒന്നിനും വരത്തില്ല. രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ വേണ്ടി മാത്രം കയറി വരുന്നൊരു ജന്മം. ഒന്നാണെങ്കിൽ തെറ്റിട്ടതുപോലെ വീട്ടിൽ തന്നെ കിടക്കും, എവിടെ പോയെന്നറിയത്തില്ല. മാസത്തിൽ 2 ദിവസം ജോലിക്ക് പോയാൽ പോയി, ഇല്ലെങ്കിൽ ഇല്ല. അതങ്ങനെ. ഞാനിവിടെ ഒരുത്തി ഉണ്ടല്ലോ, രണ്ടിനും വയറ് മുട്ടം കുത്തിക്കയറ്റി തിന്നാൻ കൊടുക്കാനായിട്ട്. എവിടെ പോയി കിടക്കുന്നുണ്ടോ കാണുന്നില്ല. ഡാബു വിളിച്ചാലും വിളി കേൾക്കത്തില്ല. ഒരു പൊരുത്തം കെട്ട സന്തതി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങേരപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. ഞാനാ വേണ്ട, എനിക്ക് കൊച്ചു വേണമെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയത്. എന്നിട്ടോ എവിടെ പോയി കിടക്കുന്നുണ്ടോ. ഈ അടുക്കളയിലെ ബൾബിത്തി 2 എണ്ണത്തിനടുത്ത് മാറ്റിത്തരാൻ പറഞ്ഞാൽ അത് മാറ്റിത്തരത്തില്ല. ഇതാണെങ്കിൽ ഒന്ന് കണ്ടും കൂടെ നേരെ ഇരുട്ടി കഴിഞ്ഞാൽ ഇവൻ എന്നെ ഞാൻ ഈ കിടന്ന് വിളിക്കുന്നത് ഡാബു. ഈ ഇരുട്ടത്ത് ഞാൻ ഇനി കഷ്ടപ്പെട്ട് പച്ച ഉണ്ടാക്കുന്നു. തിന്നാനായിട്ട് രണ്ടും കൂടി പാതിരാത്രി കിണിച്ചു കൊണ്ട് വന്നിരിക്കും. ചോറെന്നും പറഞ്ഞുകൊണ്ട് ഒന്നേരം രണ്ടിനും മേലെ വിഷം കറക്കി കൊടുക്കണം. ഒന്നേ പിന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മക്കളുണ്ടാവോ? എൻ്റെ പൊന്ന് പടച്ചമ്പുരാനെ, ഇന്ന് ചെറുക്കൻ എവിടെ പോയി? ഇവിടെ ഇരിക്കുന്നല്ലേ. ഇതിനും വലുത് നീയൊക്കെ രണ്ടും കൂടി ഇവിടെ തൂറി നാട്ടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം വരത്തില്ലായിരുന്നു. പിശാചിക്കളെ, ഇവനെ ഇന്ന് ഞാൻ എന്നാലും ഒരു പിടി കിട്ടുന്നില്ല. 2 ബിയർ എടുത്ത്, ഒരു ഉപ്പി ഞാൻ അടിച്ച്, പിന്നെ ഒരു ഉപ്പി എവിടെ? അത് ഞാൻ തന്നെ ആയിരിക്കും അടിച്ചത്. അല്ലല്ല. അയ്യോ അമ്മ. ആടാ, ആ 2 എണ്ണത്തിലൊരെണ്ണം ഞാനാ അടിച്ചത്. ചെറുക്ക, നിന്റെ നട്ടര ചവിട്ടി പിടിച്ചിട്ട് ഇവിടെ ഇട്ട ആഹാരം തന്ന് നോക്കും. അതിന് ഞാൻ മടിക്കത്തില്ല.
എന്നെ കൊണ്ട് അങ്ങനത്തെ വേണ്ടാധീനങ്ങൾ ചെയ്യിപ്പിക്കരുത്. അവനിരുന്ന് ആലോചിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വേറെന്തോ വലിയ കാര്യം ആലോചിക്കുമായിരിക്കുന്നു, അല്ലെങ്കിൽ 5 നേരം നിസ്കാരം തുടങ്ങാനുള്ള കാര്യം ആലോചിക്കുമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ നിന്നത്. അപ്പോൾ അവൻ്റെ ഒരു ബിയറിൻ്റെ കണക്ക്. നിന്നെ മിക്കവാറും ഞാൻ തല്ലിക്കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കും. മോനെ കൊന്ന പാവമല്ല, ഞാനല്ലേ പറ്റത്, ഞാനങ്ങ് സഹിച്ചോളാം. നീ ചെറുക്കാ, മറ്റവൻ എവിടെടാ? നീ അവനെ വിളിച്ചോ? എന്ത് നേരെ അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് നേരം വെളുത്തിട്ട് ഞാൻ അവൻ്റെ തലവെട്ടം കണ്ടിട്ടില്ല. ഞാൻ ഉറക്കോണിച്ചപ്പോൾ തൊട്ട് അവനെ വീട്ടിൽ കാണാൻ. ദേ, മര്യാദയ്ക്ക് അവനെ വിളിച്ചിട്ട് എവിടെയാ എങ്ങനെയാ ഒന്നും എനിക്കറിയണ്ട. പെട്ടെന്ന് വീട്ടിൽ വന്ന് ഫുഡും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പറ. നാളെ നേരം വെളുക്കുമ്പോഴേ ഞാൻ എണീക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് വരിയാണ്ട് എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് കൂടെ പറയണം, കേട്ടല്ലോ? എന്നാ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞേ. ഇതിനാണ് എൻ്റെ പൊന്നാരുമ്മ ഇത്രയും നേരം താഴെ കിടന്ന് വിളിച്ച് കൂവിയത്. എൻ്റെ പൊന്നുമ്മ, അവൻ എന്നോട് ചെല്ലാൻ പറഞ്ഞേക്ക് അവനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അവൻ ഒരു ജോലിയുടെ ആവശ്യമായിട്ട് പോയതാ. അവൻ എൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരും, ഇപ്പം തന്നെ വരും ഞങ്ങൾ. ഉമ്മ ഇങ്ങനെയാണെന്ന് ബേജാറാവല്ലേ, ഞങ്ങൾക്കൊന്നും പറ്റത്തൊന്നുമില്ല. അവന് ഞാനും എനിക്കവനും പിന്നെ ഞങ്ങൾക്ക് ഉമ്മായും ഇല്ലേ, അത്രയും പോരേമ്മ. അപ്പം ഞാൻ വിളിച്ചു കൂവിയതൊക്കെ നീ കേട്ടിട്ട് മനഃപൂർവ്വം വിളിയേക്കാതിരുന്നതാണല്ലേ? പൊന്നു മോനെ, നിനക്ക് എൻ്റെ വേറൊരു മോഹം അറിയാലോ. പതി പഴിപ്പിച്ചതിൻ്റെ ചന്തി ഞാൻ പറിച്ചെടുക്കും. എന്നെ കൂടെ ചെയ്യിപ്പിക്കരുത്. ദേ, അവൻ എവിടെയാണെന്ന് വെച്ചാൽ പോയി വിളിച്ചിട്ട് വന്നു. നേരത്തെ കാലത്തെ വീട്ടിൽ കയറ്റിക്കോണം. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടിനെ ഞാൻ വീടിനകത്ത് കയറ്റത്തില്ലേ, കഥവ് പുറത്തുനിന്ന് പൂട്ടും. പിന്നെ നിനക്കൊക്കെ രണ്ടിന് ഞാനുണ്ടല്ലോ എന്ന് പറയാനേ, നീയൊക്കെ പോകുന്ന സ്ഥലത്തും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നോക്കിയോണ്ടല്ലേ ഞാൻ നടക്കുന്നത്. എൻ്റെ വായിൽ നിന്നും കേൾക്കണ്ട. പോയി ആ ചെറുക്കനെ പെട്ടെന്ന് വിളിച്ചോണ്ടോ, അവൻ്റെ ഒരു കിഞ്ഞായിരിക്കല്. എൻ്റെ പൊന്നുമ്മ, അവൻ അത്ര കുഞ്ഞു കുട്ടിയൊന്നുമല്ല. അവനറിയാം അവൻ എന്ത് ചെയ്യണം, അവൻ്റെ കാര്യമൊക്കെ നോക്കാനൊക്കെ. അതിന് ഉമ്മ ഇങ്ങനെ നടന്നു ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ആണല്ലേ മോനെ, പുത്രദുഃഖം എന്ന് കേട്ടിട്ടുണ്ടോ? അതെപ്പോൾ കേൾക്കുമെന്നറിയോ? നാളെ ഒരു സമയം നീ കെട്ടി നിനക്ക് 2 ആൺമക്കൾ തന്നെ ജനിക്കുക അല്ലെങ്കിൽ പെൺമക്കൾ ജനിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും അപ്പം നിനക്ക് മനസ്സിലാവും. അല്ലാതെ ഞാൻ പറയുന്നൊന്നും ഇപ്പം നിന്റെ തലയിൽ കയറത്തില്ല. അവൻ്റെ ഒരു സാഹിത്യം. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി ചെറുക്കനെ വിളിച്ചോണ്ട് വന്നോ. എനിക്ക് മുട്ടുപോലെ തല്ലി പിടിച്ച് രണ്ടിനെയും ഞാൻ ഇട്ട് നോക്കും. എന്നെക്കൊണ്ട് വേണ്ടാത്തതൊന്നും ചെയ്യിപ്പിക്കണ്ട. ഇനി വളവളം സംസാരിച്ചോണ്ടുകൂടെ നിൽക്കുമെങ്കിൽ കൊന്നോളേടാ ചെറുക്ക. പെട്ടെന്ന് വിളിച്ചിട്ടോ അവനെ. ഞാനിപ്പോൾ അങ്ങ് പോയാൽ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റിയ സ്ഥലത്തൊന്നും അല്ല അവൻ. പോയോ ഉമ്മാക്ക് കാര്യം പറയാൻ മനസ്സിലാവണ്ടേ. ഈ വേട്ടാവളിയൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത പണിക്ക് പോലെന്ന് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഏത് കോത്തോട്ടത്താണോ എന്തോ തെണ്ടി. അവൻ കാരണം എനിക്കാ വീട്ടിൽ സമാധാനമില്ലാത്തത്. സമയമായില്ലല്ലോ അവൻ വെച്ച് എല്ലാം പറഞ്ഞേ. നടന്നു പോവാം, അതാകുമ്പോഴത്തേക്ക് സമയമാവും. അല്ലെങ്കിലും പോവാനായിട്ട് വാഹനമൊന്നും ഇല്ലല്ലോ. How you look and stare so deep in your eyes. How you touch on you more and more every time. When you leave, I'm begging you not to go. Call your name 2-3 times in a row. Such a funny thing for me to try to explain. How I'm feeling in my pride is the one to blame, yeah. 'Cause I know I don't understand just how your love can do what no one else can. Got me looking so crazy right now. Your love's got me looking so crazy right now. Got me looking so crazy right now. എടാ റിയ, എനിക്കിന്ന് നേരത്തെ പോകണം. ഞാനൊന്ന് ഇറങ്ങട്ടെ. ശിവ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയില്ലേ? ഐ മീൻ കുറേ ആയല്ലോ നമ്മളിങ്ങനെ ഒരു റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് കല്യാണത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാലെന്താ? എനിക്ക് അങ്ങനെ തോന്നി. എന്തു പറ്റി റിയ പെട്ടെന്ന് ഇങ്ങനൊരു ടോപ്പിക്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതല്ലേ. പിന്നെ പോരാഞ്ഞിട്ട് ദിസ് ഈസ് അവർ ലാസ്റ്റ് നൈറ്റ്, അത് നീ മറക്കണ്ട. ശിവ, നീ എന്തൊക്കെയാ പറയുന്നേ? നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ തമാശയ്ക്ക് പറയുന്നതെന്നാ വിചാരിച്ചേ. ശിവ, പ്ലീസ് ഡോണ്ട് ഡു ദിസ് ടു മീ. റിയലി സോറി റിയ, ഇതൊക്കെ നമ്മൾ മുന്നേ സംസാരിച്ചതാണ്. ഇതിനെക്കുറിച്ച് നീ ഒന്നും എനിക്ക് സംസാരിക്കാനുമില്ല കേൾക്കാനുമില്ല. നീയും അന്നേരം എല്ലാത്തിനും സമ്മതിച്ചതാണ്. സോ സോറി, ഞാനെന്ന് ഇറങ്ങട്ടെ. വൺ മോർ തിങ്, താങ്ക് യു ഫോർ സച്ച് എ ബ്യൂട്ടിഫുൾ നൈറ്റ്.
ശിവ. ഐ ഷിറ്റ്, ഈ പെമ്പിള്ളേരൊക്കെ എന്താണ്ടോ ഇങ്ങനെ ഇപ്പം എല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. തമാശനെ തമാശയുടെ രൂപത്തിൽ എടുക്കാൻ പഠിക്കണം. ഞാൻ എടുക്കുന്നില്ലേ? എല്ലാം തലയിലാവാനാ എങ്ങനെയെങ്കിലും നോക്കുന്നത്. പിന്നെ ഞാനത്രയ്ക്ക് മന്ദബുദ്ധിയല്ലേ. ഓഹ്, ഉള്ള മൂടും പോയാനെ അവിടെ നിന്നിരുന്നെങ്കിൽ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി. ഓ, സമാധാനിക്കലായി. എങ്ങനെയും തലേന്ന് പോയല്ലോ. അതുപോലെ അടുത്ത കുരിശ്. ശിവ നിൽക്ക്, പോവരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് പറയാനുള്ള അറ്റ്ലീസ്റ്റ് നീ ഒന്ന് കേട്ടിട്ട് പൊക്കോ. ലിസൺ അനന്തു, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും നീ എൻ്റെ പിറകെ നടന്ന് എത്ര പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അനന്തു, നമ്മുടേത് ലവ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്കങ്ങനെ തോന്നിയാലും എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, then explain me. എന്താ പിന്നെ നമ്മുടെ എന്താ നമുക്കിടയിൽ നടന്നത്, സംഭവിച്ചതൊക്കെ എന്താ? പറ നീ. ഓ ഗോഡ്, ഇത് ഓൾറെഡി ഞാൻ നിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തളർന്നതല്ലേ അനന്തു? ഓക്കെ ഫൈൻ, ഇറ്റ്സ് ജസ്റ്റ് എ ഫിസിക്കൽ അട്രാക്ഷൻ. വെറും അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നി, വന്നു, കഴിഞ്ഞു, കാര്യം അവിടെ തീർന്നു. നീ അതിൻ്റെ ഇടയിൽ ഇതിനെ സീരിയസ് ആക്കി തലയിൽ കയറ്റി വയ്ക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ആ ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങ് എടുത്തു, അതപ്പം തന്നെ അങ്ങ് വിട്ടു. ദേനന്തു, ഇങ്ങനെ വെറുതെ പിറകെ നടന്ന് കൺവീൻസ് ചെയ്യാൻ നോക്കും, പ്രേമോന്നും പറഞ്ഞ് പിറകെ അടക്കം, ഇതൊക്കെ നിർത്തിയേ. എനിക്കങ്ങനെയൊന്നുമില്ല, ഉണ്ടാവാനും പോകുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ലാസ്റ്റ് വാർണിംഗ്. ശിവ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ച് കളിക്കുക, അവരെ വേദനിപ്പിക്കുക. ശിവ, ഇതിനൊക്കെ നിനക്ക് കിട്ടാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയോ? തീരെ സങ്കടമായിരിക്കും. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നല്ലതൊന്നും കിട്ടത്തില്ല ശിവ, ലൈഫിൽ ഒരിക്കലും. ആഹാ, നീ എന്നെ ശപിച്ചതാണോ? ആണെങ്കിൽ താങ്ക് യു. ഇത് ശിവ ജീവിതത്തിൽ കുറേ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് പേരുടെ വായിൽ നിന്ന്, നിന്നെപ്പോലെ. അതുകൊണ്ട് ഇതധികം പുത്തരിയൊന്നുമല്ല. എനിവേ താങ്ക്സ്. പോട്ടെ, ഗുഡ് നൈറ്റ്. ശിവ, ഇതിനൊക്കെ ശിവ നീ അനുഭവിക്കും. ശരിക്കുള്ള സ്നേഹത്തിന്റെ വില എന്താന്ന് നീ എന്നെങ്കിലും അറിയും. അന്ന് നിന്റെ പിറകെ നടന്ന് കരയുന്നവരെക്കാൾ ഉറക്കെ നീ കരയേണ്ടി വരും ശിവ, ഉറപ്പാ, ഒരുപാട്. അന്ന് നിന്റെ സങ്കടവും കരച്ചിലും കേൾക്കാൻ ആരും കാണത്തില്ല. നോക്കിക്കോ.
ഞാൻ ഇറങ്ങുമെന്ന് പറയാൻ വന്നതാ. എൻ്റെ ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിഞ്ഞായിരുന്നു. ഏ ആ ആണോ? ആ യു ക്യാരി ഓൺ, പൊക്കോ. ഋത്വിക് എന്താ പറഞ്ഞേ? ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ? ഇനി എന്താ പ്ലാൻ? അല്ല, എങ്ങോട്ടാ? നേരെ വീട്ടിലോട്ടാണോ അതോ ഇനി വേറെ എങ്ങോട്ടെങ്കിലും ആണോ? വീട്ടിലോട്ടല്ല, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ഫോറിൻ ക്ലബ്ബിൽ വെച്ചാ. നമ്മുടെ ക്ലബ്ബ് തന്നെ. അവിടെ ഒരു ക്ലോസ് ഫ്രണ്ട് വരും. അവനൊന്ന് മീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വീട്ടിലോട്ട്. രാത്രി ഇനി വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഞാനൊന്ന് ഇറങ്ങട്ടെ. അല്ല, മുദ്ര പേപ്പറിൻ്റെ കാര്യം എന്ത് തീരുമാനിച്ച്? ഓ, ഫോറിൻ ക്ലബിലോട്ടാണോ? എനിക്കവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. അല്ല, നമ്മുടെ ക്ലബ്ബാണല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നീ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ ആ മുദ്ര പേപ്പറിൻ്റെ കാര്യം, അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, മുകളിലിരിക്കുന്നവൻ്റെ കയ്യിലല്ലേ. എല്ലാം ശരിയാവും. ശരിയാവണമല്ലോ, അല്ലെങ്കിൽ ശരിയാക്കണമല്ലോ. അതാണല്ലോ നോമിൻ്റെ പണി. അല്ല, ഞാനവിടെ കാണും. ഞാൻ നേരത്തെ ഇറങ്ങുക, വേറൊന്നുമല്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ആ പബ്ബിൻ്റെ തന്നെ ഓണറല്ലേ? ഐ മീൻ നിങ്ങളുടെ ഷെയർ പാർട്ട്ണർ. അഗ്നി, അവനെയാ. എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. പോട്ടെ. ഓ, അഗ്നിയാണോ? ഓക്കെ ഓക്കെ, പൊക്കോ കേരോ. ഋത്വിക്, ബി കെയർഫുൾ. ശരി, ബൈ. ഓ, ഇനിയിപ്പോൾ ഈ മോരണങ്ങളെ ഡീൽ ചെയ്യണമല്ലോ. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിയിട്ട് നേരെ പമ്പിലോട്ട് പോകാം. അവിടുത്തെ പണിയിങ്ങനെ നടക്കട്ടെ. ഇന്നെന്താടാ അധികം ഉഷാറില്ലാത്ത? ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട്. നീ ഇപ്പം എത്തി? കുറേ നേരമായ. നിന്നെ വിളിച്ചിട്ട് കിട്ടാതില്ലായിരുന്നു. അപ്പോഴെനിക്ക് തോന്നി ഇതിനകത്തിരിക്കുമായിരിക്കുമെന്ന്. ഇതിനകത്തിപ്പം നിൻ്റെ ഫോൺ കോൾ കേൾക്കാതിരിക്കാൻ മാത്രമുള്ള ബഹളമില്ല. പിന്നെ നീ ഫോൺ എടുക്കാത്ത? മനഃപൂർവ്വം എടുക്കാത്തതാ. ദേ ശിവ, എൻ്റെ വായിന്നൊന്നും കേൾക്കല്. ഉമ്മ എൻ്റെ ഈ 2 ചെവിയും പച്ചയ്ക്ക് തിന്നുമായിരുന്നു. നിന്നെ വിളിച്ചുകൊണ്ട് വരാനെന്നും പറഞ്ഞു വിട്ടതാ. പിന്നെ നീ ഇവിടെ തന്നെ കാണുമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇവിടെ വന്നപ്പോൾ നിന്നെ കാണാനുമില്ല. കഴിഞ്ഞ 10-15 മിനിറ്റായിട്ട് ഞാൻ ഇവിടെ പോസ്റ്റാണ്. എൻ്റെ വായിന്നൊന്നും കേൾക്കില്ല. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ഫോൺ കൂടെ എടുക്കണമല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിന്ന് ഇറങ്ങി പോകരുതെന്ന്. പോയി കഴിഞ്ഞാൽ നേരത്തെ കാലത്തെ വീട്ടിൽ കയറണം. ഉമ്മാനോട് ഞാൻ എന്തു പറയും? മകൻ പെണ്ണ് പിടിക്കാൻ പോയതാ എന്ന് പറയണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരുമാരത്തെ ചേറ്റ പരിപാടി. ഇതോടെ നിർത്തിയോ അതോ ഇനിയും ഉണ്ടോ ബാലൻസ്? ഞാൻ നിർത്താൻ തൽക്കാലം ആ കേസിന് ഞാൻ തലേന്ന് ഊരിയിട്ടുണ്ട്. ഇനി പുതിയത് സെറ്റാക്കണം. അതിനാ നേരെ നിന്നോട് ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞത്. സാധാരണ നമുക്ക് ഇവിടെ നിന്നാണല്ലോ ഓരോന്ന് കിട്ടുന്നത്. ഇന്നിവിടെ നിന്ന് ഒന്നിനെ ഒപ്പിക്കണം. എന്നാൽ മാത്രമേ ഇനി അടുത്ത 1 മാസത്തേക്കുള്ളതാവത്തുള്ളൂ. ഓ, എവനെക്കൊണ്ട്. എൻ്റെ പൊന്നു ശിവ, നീ ശാപമൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും? നീ ഒരിക്കലും നന്നാവത്തില്ല എന്നാണല്ലേ? എടാ, ഇനി എന്തിനാടാ ഇത്? എത്രാമത്തേന്നും അല്ല നിനക്കറിയാവോ? ഉള്ള എല്ലാത്തിനും തേച്ച് എടാ അവരൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞാൽ മതി. തീരാത്ത ശാപമായിട്ട് മാറും. എനിക്കെന്താടാ കുഴപ്പം? ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി നന്നാവാൻ പറ്റുമോ? തിന്നുന്നൊന്നും ശരീരത്തിൽ പിടിക്കാത്ത എൻ്റെ കുറ്റമല്ലല്ലോ. പിന്നെ ശാപത്തിൻ്റെ കാര്യം അത് നീ വിട്. അതൊക്കെ വെറും അന്ധവിശ്വാസം. നീ ഇത് പറ, എന്താ ഇന്നും ഇവിടെ ഒച്ചയും മുളകൊന്നും ഇല്ലാത്ത അധികം? എന്താ വല്ല സ്പെഷ്യൽ VIP ഗസ്റ്റ് വല്ലതും ഉണ്ടോ? ഓ, അതറിഞ്ഞിട്ട് എന്തിനാ ആ VIPയുടെ പിറകെ മണപ്പിച്ചുകൊണ്ട് കോഴിത്തരം കാണിച്ചുകൊണ്ട് പോകാനോ? കിട്ടിയതൊന്നും പോരല്ലേ? ഏതാണ്ട് ആരോ ഉണ്ടെന്നാ പറഞ്ഞേ. എന്തോ അസുർ വിക്രമോ അങ്ങനെ എന്തോ പേരാ പറഞ്ഞേ. ഈ പബിൻ്റെ ഓണറെന്നോ പാർട്ട്ണറെന്നോ അങ്ങനെന്തോ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ ഓണർ ഒരു അഗ്നി എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം. അതിൻ്റെ അയാൾ വരുന്നതായിട്ട് ബന്ധിച്ച് എന്തോ സ്പെഷ്യൽ പ്രോഗ്രാമോ എന്തോ ഉണ്ടെന്ന് പറയുന്നട്ടെ. അതൊരു പെണ്ണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ
സാധനം എടുത്ത് തരുന്ന പയ്യനാ പറഞ്ഞത്, ഈ ബാർ അറ്റൻഡർ. അവനിപ്പോൾ കാണുന്നുമില്ല. നീ വാ, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. സ്പെഷ്യൽ പ്രോഗ്രാമാ? എന്നാൽ ഞാനൊന്ന് പൊളിക്കും. നീ വാ. ആ ദേ, നീ പറഞ്ഞ പെണ്ണതാണ് സ്പെഷ്യൽ പ്രോഗ്രാം നടത്തുന്നത്. എവിടെ? കോസ്റ്റ്യൂം വിത്ത് മേക്കപ്പ് കണ്ടിട്ട് ആണെന്നാ തോന്നുന്നത്. അല്ല, നീ ഇതെങ്ങോട്ടാ? അവളുടെ പറയുന്ന പോലെടാ. ചേച്ചേ, അവളെന്നെ ടൈപ്പൊന്നുമല്ലടാ. ഞാനേ അവളുടെ പ്രോഗ്രാമിന് കമ്പനി കൊടുക്കാൻ പോവാ. നീ ഇവിടെ ഇരുന്ന് ജസ്റ്റ് വാച്ച് ആൻഡ് എൻജോയ് മാൻ. ഇതാ വരുന്നു. പടച്ചോനെ, ഏത് നേരത്താണാവോ അവൻ്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയത്. ഇവനിത് ആ പെങ്കൊച്ചിൻ്റെ പ്രോഗ്രാം കൂടെ കുളമാക്കുമെന്നാണ് തോന്നുന്നത്. ഇവനെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഇവൻ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. അതിനി ആരൊക്കെ എങ്ങനെയൊക്കെ തല ഉത്തരം നിന്നാലും നന്നാവാൻ പോകുന്നില്ല. ഇനി ആ പ്രോഗ്രാം കുളമാവുന്നത് കാണാം. കുളമൊന്നും ആക്കത്തില്ലായിരിക്കും. കാണാനല്ലേ പറ്റൂ. അല്ലാതെ ഞാൻ പറഞ്ഞ എവിടെ ഇവൻ കേൾക്കാൻ പോണു. அவ கண்ணால பார்த்தா ஒரு ஸ்பார்க்கு, என் முன்னால நடந்தா கேட் வாக்கு. Hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, touch it, touch it. கையால போட்ட ஒரு பிரேக், அடவுனால அன்ன படுவீக்கு. ஐயோ, மனசுக்குள்ள மாட்டிக்கிட்டு மருந்த வச்சு கனவுக்குள்ள வந்து கலக்கி போட்டாயே. கலங்குன மனசை இப்போ தெளிய வைப்பேனே, தெளிஞ்சதும் இருக்கு மறுபடி வழக்கு. Swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, touch it, touch it. இது காதல் வேலை, தினமும் நடத்திக்கணும் வேலை. கடிச்சா பள்ளமா உரசிக்கணும். உள்ளுராயதேதோ ஆயாச்சு, என்னன்னு கண்டுபிடிக்க நாளாச்சு. என்னோட பூமே நீ தூளாச்சு, எப்போதும் எங்கேயோ ஃபீல் ஆச்சு. உள்ளூர ஏதேதோ ஜிவ்வாச்சுது, நீ உச்சி கொட்டும் மிச்சமெல்லாம் ஜவ்வாச்சுது. மேல கீழே மறந்தேதான் போச்சே. Swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, touch it, touch it. கண்ணால பார்த்தா ஒரு ஸ்பார்க்கு, என் முன்னால நடந்தா கேட் வாக்கு. நீ கையால போட்ட ஒரு பிரேக், அடவுனால அன்ன படுவீக்கு. ஐயோ, மனசுக்குள்ள மாட்டிக்கிட்டு மருந்த வச்சு கனவுக்குள்ள வந்து கலக்கி போட்டாயே. கலங்குன மனசை இப்போ தெளிய வைப்பேனே, தெளிஞ்சதும் இருக்கு மறுபடி வழக்கு. Swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, touch it, touch it. Swing it, hey break it, hey feel it, hey touch it. Hey swing it, hey break it, hey feel it, touch it, touch it. യു നോട്ടി. ഓ, അവിടെയാണല്ലേ താമസം വരുന്നത്. ഞാനിവിടെ അല്ലടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഈ പെർഫോമൻസിന് വേണ്ടി എന്നെ വിളിച്ചു വരുത്തിയതാ. നല്ലൊരു എമൗണ്ട് തരാമെന്ന് പറഞ്ഞടോ, അതുകൊണ്ടാണ് വന്നത്. ഇല്ലെങ്കിൽ നീ വഴിക്ക് നോക്കണ്ട. അതെ, അത് ശരിയാ. പൈസയാണല്ലോ മുഖ്യം. നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ
പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ കണ്ണുടച്ചങ്ങ് ഓക്കെ പറഞ്ഞേക്കണം. അതും നല്ലൊരു എമൗണ്ട് ആണെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. വാ. ഇത് അബു ജാഫർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അബു, ഇത് ധന്യ, എല്ലാവരും ധനു എന്ന് വിളിക്കും. ഇതുപോലെ ഡാൻസും പരിപാടിയായിട്ടൊക്കെ പോകുന്നു. ഇവിടെയല്ല സ്ഥലം. ഈ പബ്ബിൽ ഡാൻസ് കളിക്കാനായിട്ട് ഇന്ന് വന്നതേ ഉള്ളൂ. ഇവനിത് ഹായ് ധനു, ധന്യ, അബു ജാഫർ, ബെസ്റ്റ് ഫ്രണ്ടാണ്. അല്ല ഇനിയിപ്പം ധന്യ പോവാണോ അതോ ഇവിടെ തന്നെയാണോ സ്റ്റേ ഒക്കെ? ഇല്ല ബു, ഞാനിപ്പോൾ തന്നെ ഇറങ്ങും. ബ്രദറുണ്ട് കൂടെ. ഞാനിങ്ങനെ ഡാൻസ് കളിക്കുമെന്ന് വിചാരിച്ച് അത്രക്കാരി നഹിഹേ ഏട്ടനെ കൊണ്ടുവരുന്നേ. ഞാനിപ്പോൾ തന്നെ ഇറങ്ങും. എന്നാൽ ഞാൻ പോട്ടെ. ശിവ, ഐ ലൈക്ക് യുവർ ക്യാരക്ടർ. താൻ പൊളിയാടോ, തൻ്റെ ഡാൻസും പാട്ടുമല്ല. തന്നെപ്പോലൊരു പാർട്ട്ണർ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാണ് ഈ പെർഫോമൻസ് അത്ര അടിപൊളിയായത്. എങ്ങനെ അല്ലേ അബു? അബു തന്നെ പറ. കണ്ടോ? അപ്പോൾ ശരി, ഞാൻ ഇറങ്ങട്ടെ. ബൈ. എങ്ങനെ സാധിക്കുന്നടേ ഇതൊക്കെ? 2 സെക്കൻഡ് കൊണ്ടല്ലേ ആരാന്ന് പോലും അറിയാത്ത പെണ്ണ് ഫ്രണ്ടായി നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു. എൻ്റെ പൊന്നോ, കഴിവി തന്നെ. എനിവേ ഡാൻസ് പൊളിയായിരുന്നു കേട്ടോ, തകർത്ത്. പിന്നെ അല്ല, ഞാൻ ആരാ മോയ്? പറ്റുവാണെങ്കിൽ നീ ഒന്നുകൂടെ പറ, ഞാനൊന്ന് കോരിത്തരിക്കട്ടെ. പറയത്തില്ലെന്നറിയാം. മുഖത്തെ പുഞ്ഞാൻ കണ്ടപ്പോഴേ മനസ്സിലായി. എണ്ണ അടിക്കുക. അതെ, അടിക്കുന്നതും കുടിക്കുന്നതൊക്കെ കൊള്ളാം. നേരത്തെ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഉമ്മ വെളിയിൽ നിന്ന് പൂട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. വീട്ടിൽ കയറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വെറുതെ ഒരു പ്രശ്നം സീൻ ക്രിയേറ്റ് ചെയ്യണ്ട. നാളെ നേരം വിളിക്കുമ്പോൾ HIV തല കേൾക്കാൻ പറ്റത്തില്ല. അതോർത്ത് വെച്ചിട്ട് അടിക്കുകയും കുടിക്കാനൊക്കെ നിന്നോണം. അല്ലെങ്കിൽ ഇനി ആരെയും കാണുമ്പോൾ അയാളുടെ പുറകെ പോകാൻ നിൽക്കരുത്, കേട്ടല്ലേ? ഇല്ലടേ, ആരെയും പുറകെ പോകില്ല. നീ വാ. കുടിച്ചിട്ട് ആരാടാ അത്? ഏത്? അതാ ഞാൻ പറഞ്ഞ അഗ്നി, ഈ ബാറിൻ്റെ ഓണർ. സംഭവം ആൾ പാവമെന്നാണ് തോന്നുന്നത്. മറ്റേ പയ്യൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഓണറാണ്. പക്ഷേ വേറെന്തൊക്കെയോ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കതൊന്നും വലുതായിട്ട് പിടിയിട്ടില്ല. പക്ഷെ പുള്ളിക്കാരൻ പാവമാണ്. ഇതുപോലെ 4-5 ബാറൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതുവരെ ഇയാൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഞാൻ നിന്നോട് കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നില്ലേ? അത് ഈ സാധനമാണ്. ഇവിടെ മറ്റേ അസുർ വിക്രം എന്ന് പറയുന്ന പുള്ളിക്കാരൻ വരുന്നതുകൊണ്ടാണ് ഈ പ്രോഗ്രാമൊക്കെ നടത്തിയത്. അയാളാണ് ഇതിൻ്റെ മെയിൻ ഓണറെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇയാളെന്തോ ഇത് നടത്തിപ്പുകാരനോ അങ്ങനെയാ. സംഭവം ഭയങ്കര റിച്ച് എന്നൊക്കെ പറഞ്ഞേ. 10-28 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ 4-5 ബാറുണ്ട്. കഴിവേ. നമ്മളിവിടെ ചൊറിയും കുത്തിയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ റിച്ചാണ്. ഐ ലൈക്ക് ഇറ്റ്. നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി പരിചയപ്പെട്ടിട്ട് വരാം. ഡാ ശിവ, എടാ അതൊരു പാവമെന്നാണ് കേട്ടെ. നീ നിൻ്റെ അടുത്ത ടാർഗറ്റ് ഇതാണെന്ന് മാത്രം പറയരുത് ശിവ. കണ്ടാൽ തന്നെ അറിയാറാ, അതൊരു അപ്പാവിയാണ്. വെറുതെ എന്തിനാ ഇടവിട്ടേക്ക്? അപ്പാവിയാണോ? അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എൻ്റെ പൊന്നു മോനെ, ഞാൻ ചെയ്യുന്ന പരിപാടിക്ക് സെൻറ്റിമെൻറ്റ്സ് എനിക്ക് തീരെ കുറവാണ് കേട്ടോ. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി അതിനെ സെറ്റാക്കാൻ പറ്റുമോ നോക്കിയിട്ടെ കേട്ടോ. അവൻ്റെ ഒരു ഡയലോഗ്. നീ ഇവിടെ ഇരിടാ, ഞാൻ എന്താ വരുന്നു. ഞാനൊന്ന് പോയി മുട്ടി നോക്കട്ടെ. ഡാടാ ശിവ. ഇവനിത് എന്തിനുള്ള പുറപ്പാടാണാവോ ദൈവമേ. എൻ്റെ പൊന്ന് പടച്ചാമ്പുരാനെ, ഇവന് നല്ല ബുദ്ധി നീ എന്താണ് കാണിക്കാത്തത്? ഇവൻ എത്ര കൊണ്ടാലും പഠിക്കത്തില്ലല്ലോ. ഇവനെന്താ ഇങ്ങനൊരു കോഴിയായി പോയത്?